ഈ രാത്രിയിൽ 10 മണിക്ക് ഒരു MLA പോലീസ് വലിയ സന്നാഹത്തോടു കൂടി ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ആനകുത്തിക്കൊന്ന നടപടി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. പോലീസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞങ്ങളുമൊക്കെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ആളുകളാണ്. പോലീസ് ഈ അർദ്ധരാത്രി MLA അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അപ്പൊ ഇത് പോലീസ് ഏകപക്ഷീയമായി രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്ന നടപടിയാണ്. ഇത് അപലപനീയമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു സമീപനമാണ്. ആന കുത്തി കൊല്ലുന്നു, ആനയെ ഭയപ്പെട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, നിരപരാധികളെ എല്ലാവരും മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നടപടിയും ചെയ്യുന്നില്ല. ഗവൺമെന്റ് കാഴ്ചക്കാരായി നിൽക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ജനപ്രതിനിധിക്ക് മുമ്പിലുള്ള കോമഡി എന്താ? അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും ജനങ്ങളെ സംഘടിപ്പിച്ച് അധികാരികളുടെ മുമ്പിൽ എത്തുക എന്നുള്ളതല്ലേ? അങ്ങനെ എത്തുന്ന സന്ദർഭത്തിൽ ആ ആളിനെ വളരെ പ്രാകൃതമായ രൂപത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, പോലീസിനെ കസ്റ്റഡിയിലെടുക്കുന്നു. അത് ശരിയായ നടപടിയാണ്. ഇടതുബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ അഭയം തേടുന്ന PV അൻവറിന്റെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ഈ അറസ്റ്റ് വഴി തെളിയിക്കുമോ എന്ന് വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ടറിയണം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതികരിക്കുന്നത് ഈ പോലീസിന്റെ ഇടപെടൽ, പോലീസിന്റെ അറസ്റ്റ് അതിലൊരു അസ്വാഭാവികതയുണ്ട്, ശരിയായില്ല, അപലപനീയമാണെന്ന് പറയുമ്പോൾ അൻവറിനോടൊപ്പം അവർ ഒരു ഘട്ടം വരെ ചേർന്ന് നിൽക്കുന്നു എന്നത് വ്യക്തമാണ്. ഇനി അൻവറിന്റെ ആശയങ്ങളോടൊപ്പം അൻവറിന്റെ പോരാട്ടങ്ങളോടൊപ്പം കോൺഗ്രസ് നേതൃത്വം ചേർന്ന് നിൽക്കുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. നമ്മൾ അറിയുന്നത് പോലെ തന്നെ കോൺഗ്രസിൽ തന്നെ അൻവറിനെ ചേർത്ത് നിർത്തുന്നതിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അൻവറിന്റെ പോസ്റ്റാണ്. അൻവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ജനാധിപത്യ വിരുദ്ധ വനനിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് താൻ ഇപ്പോൾ അറസ്റ്റ് കൈവരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ തൻ്റെ പോരാട്ടത്തിൻ്റെ വന്യമൃഗ സംഘർഷങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കാത്തതിനെതിരെയുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൂടി ഇന്നത്തെ അറസ്റ്റിനെ രേഖപ്പെടുത്തുകയാണ് PV അൻവർ. അതായത് ഈ അറസ്റ്റിലും ഒരു രാഷ്ട്രീയ പ്രതിഷേധം, രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് PV അൻവർ MLA. ഈ രാഷ്ട്രീയ പോരാട്ടം പുറത്തിറങ്ങിയാലും തുടരുമെന്ന് പറയുമ്പോഴും താൻ ജയിലിരിക്കുമ്പോൾ പ്രവർത്തക സംയമനം പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം റിമാൻഡ് കഴിഞ്ഞ ഉടനെ വേണമെങ്കിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. രാവിലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ദിവസം ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന്, രാഷ്ട്രീയ മൈലേജിന് കൂടുതൽ ആക്കം കൂട്ടുക എന്ന ലക്ഷ്യം കൂടി PV അൻവർ MLA വെച്ചിട്ടുണ്ടാകും. അതിനുള്ള എല്ലാവിധ പ്രതികരണങ്ങളും അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിരിക്കുന്നു. ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായ അറസ്റ്റ് ആണെങ്കിലും അത് പോലീസ് വെട്ടിയാണെന്നും വൈരാഗ്യം തീർക്കുകയാണെന്നും ഭരണകൂട ഭീകരതയാണെന്നും പറഞ്ഞു വെക്കുമ്പോൾ തന്നിലെ ഒരു ഹീറോയിക് പരിവേഷം കൂടി അദ്ദേഹം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിപിൻ സി വിജയൻ നമ്മോടൊപ്പം വീണ്ടും ചേർന്നു. വിപിൻ സി വിജയൻ, നേരത്തെ ഈ ഇടതുബന്ധം ഉപേക്ഷ അല്ലെങ്കിൽ LDF വിട്ടൊക്കെ PV അൻവർ MLA നിന്ന സമയത്തൊക്കെ വല്ലാതെ രാഷ്ട്രീയമായ ഫെയിം കിട്ടിയൊരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയായിരുന്നു PV അൻവർ MLA. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ PV അൻവർ MLAക്ക് അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല എന്നൊരു വിലയിരുത്തൽ സ്വാഭാവികമായി ഇടത് കേന്ദ്രങ്ങൾക്കുണ്ടാകും. അദ്ദേഹം ഇറക്കിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. ആ സ്ഥാനാർത്ഥിക്കൊന്നും കാര്യമായി വോട്ട് പിടിക്കാൻ കഴിയാതെ നമ്മൾ കണ്ടതാണ്. DMKക്ക് അത്രത്തോളം ഒരു മാസ് ജനങ്ങളുടെ ബേസിൽ നിന്നുള്ളൊരു വ്യക്തമായതിന് പിന്നാലെ ഇനി PV അൻവർ MLAയോട് ഒരു സംയമനം വേണ്ട എന്ന തീരുമാനത്തിലേക്കായിരിക്കുമോ ഈ അറസ്റ്റിന് വഴിവെച്ചിട്ടുണ്ടാവുക? അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ നടത്തേണ്ടി വരും. കാരണം അദ്ദേഹം ആദ്യഘട്ടത്തിൽ, അതായത് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ, P ശശിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ടായിരുന്നത് ഇവിടുത്തെ അരീക്കോട് SOG ക്യാമ്പിൽ നടന്നിട്ടുള്ള ഒരു ഫോൺ ചോർത്തൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫോൺ ചോർത്തി അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടി. അതായത് വലിയ രീതിയിൽ ഇവിടുത്തെ മറ്റാളുകളുടെ വിവരങ്ങൾ കൂടി ഈ SOG ഗ്യാങ്, മാവോയിസ്റ്റ് പ്രത്യേക വിങ്ങാണ്, മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിങ്ങാണ്, അവരുടെ ഫോൺ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് PV അൻവർ അന്ന് ഉന്നയിച്ചത്. അത് ഫോൺ ചോർത്തിക്കൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ഫോൺ ചോർത്തൽ നടത്തി എന്നുള്ള ഗുരുതര വകുപ്പ് പ്രകാരമാണ് അന്ന് മഞ്ചേരി പോലീസ് കേസെടുത്തത്. അത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തത്. പക്ഷേ ആ കേസിലൊന്നും തന്നെ പിന്നീട് ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പോയില്ല. അന്ന് അതൊരു അറസ്റ്റ് ആകുമെന്നുള്ളതൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു എങ്കിലും അതിലൊന്നും ഒരു നടപടിയിലേക്കും പോയില്ല. കാരണം അന്നും
PV അൻവർ എവിടേക്ക് എന്നൊരു ചോദ്യം അവിടെ വലിയ രീതിയിൽ ബാക്കിയായിരുന്നു. ഒപ്പം തന്നെ എത്രത്തോളം ഒരു ജനകീയ അടിത്തറയുണ്ട്, എത്രത്തോളം ഒരു ആളുകളുടെ ഒരു സ്വാധീനമുണ്ട്, പറയുന്നതിന് എത്രത്തോളം ആളുകൾ കേൾക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളം വലിയ ചർച്ച ചെയ്യുകയും ചാനലുകളിലും മീഡിയയിലും അതിന്റെ ഒരു അനുരണനമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു നടപടികളിലേക്കും സർക്കാർ കടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം DMK രൂപീകരണത്തിന് ശേഷം അത് എല്ലാ ജില്ലാ കമ്മിറ്റികളും ആകുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ചത്ര വോട്ട് അല്ലെങ്കിൽ അത്ര ഒരു വലിയ ചലനം ചേലക്കരയിലോ പാലക്കാടോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് പറഞ്ഞിരുന്നു ഇപ്പോൾ BJPയും CPM തമ്മിലുള്ള ബന്ധം ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അത് തെളിയിക്കാൻ സാധിച്ചില്ല. ഈ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ഇത് എങ്ങോട്ടേക്ക് എന്ന് ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു കേസ് മുന്നിൽ കിട്ടുന്നത്. അപ്പോൾ ആ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു എങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇവിടെ എത്തിയിട്ടുള്ള പോലീസുകാരൊക്കെ PV അൻവറിനോട് പറഞ്ഞത് അതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ട്, അത് ഞങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ള ഓരോ പോലീസുകാരനും DYSP ഉൾപ്പെടെയുള്ളവരാണ് എത്തിയത്, അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. അതായത് ഇപ്പോൾ ആദ്യം ഒപ്പം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇതുമില്ല. കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പലതും ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നത് MR അജിത് കുമാറിനെതിരെ ആയിരുന്നു. അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ളത് ഇതെല്ലാം തന്നെ തെളിയിക്കപ്പെടാനില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. വെള്ളപൂശിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ടായിരുന്നു. ഇതിനെതിരെ PV അൻവർ ഇപ്പോൾ കോടതിയിൽ സമീപിക്കും എന്നുള്ളത് അറിയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന, രാഷ്ട്രീയമായി നിൽക്കുന്ന, നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു കേസ് സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്നത്. അതിൽ വിട്ടുവീഴ്ച വേണ്ട. പൊതുമുതൽ നശിപ്പിച്ചു എന്നും അതുപോലെ തന്നെ കൃത്യനിർവഹണം നശിപ്പിച്ചു, ഈ രണ്ട് കേസിലും ഒന്നാം പ്രതിയാക്കി തന്നെ കേസെടുക്കുന്നു. ഇപ്പോൾ ദീപക് ധർമ്മട കൂടി നമ്മോടൊപ്പം ചേർന്നു. DD, ഇപ്പോൾ ഈ രാത്രി വൈകി റിമാൻഡിൽ പോകുന്ന സമയത്തും PV അൻവർ MLA ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അത് അഡ്മിന്മാർ ഇട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. ആ പോസ്റ്റിൽ ഒരു പരിവേഷം, വീരപരിവേഷം കൂടി തന്റെ അറസ്റ്റിന് പിന്നിലുണ്ട് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനങ്ങൾ കൂടി കൊണ്ടുവരികയാണ്. അതായത് വനനിയമ ഭേദഗതിക്കെതിരെയുള്ള തന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് താൻ അറസ്റ്റ് കൈവരിച്ചെന്ന് പറയുമ്പോൾ ഒരു വീരപരിവേഷം കൂടി അറസ്റ്റിനാകെ ചാർത്തുകയാണ് PV അൻവർ. സുഹൈൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിന്റെ രാഷ്ട്രീയ ആക്രമണങ്ങൾ എക്കാലത്തും നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൂടെയുമായിരുന്നു ഏറെക്കുറയും നടന്നത്. ഈ റിമാൻഡിന് ശേഷവും, റിമാൻഡ് നടപടിക്ക് ശേഷവും ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അഡ്മിൻ ഇട്ടതായിരിക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ FB പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സുഹൈൽ പറഞ്ഞതുപോലെയുള്ള ഒരു വീരപരിവേഷണം അവകാശപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റാണ്. വനനിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് താൻ ജയിലിലേക്ക് അടക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ സുഹൈൽ പറഞ്ഞതുപോലെ ഒരു വീരപരിവേഷം അവകാശപ്പെടുന്ന, സ്വയം ചാർത്തുന്ന രീതിയിലാണ് ആ FB പോസ്റ്റ് എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് ഇക്കാര്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഞാൻ നേതാക്കളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒരക്രമവും ഉണ്ടാകരുത്, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇതിൽ ഒരു കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് എന്ന് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം അക്രമം ആഹ്വാനം ചെയ്യുന്നില്ല എന്ന് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇതാണെന്ന് സ്ഥാപിക്കാൻ, ഇങ്ങനെ ഒരു പരസ്യാഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ സാധിക്കും. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ ഒരു ഗൂഢാലോചനയിൽ അക്രമാഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വനനിയമ ഭേദഗതിയുടെ പേരിലുള്ള യാത്രയും അത് കഴിഞ്ഞുള്ള DFO ഓഫീസിലേക്കുള്ള ഈ പ്രക്ഷോഭവും എല്ലാം എന്നുള്ള വിവരം പോലീസിന്റെ കയ്യിലുള്ളപ്പോൾ അതിനെ മറികടക്കാൻ കൂടി ഉപകരിക്കുന്ന വിധത്തിലാണ് ഈ FB പോസ്റ്റ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായി തുടരും, നിയമ പോരാട്ടം സംഘടിപ്പിക്കും, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും എന്നുകൂടി പറയുമ്പോൾ അൻവർ പറഞ്ഞു വെക്കുന്നത് ഈ പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് തന്നെയാണ്. പക്ഷെ ഏതായാലും ഈ FB പോസ്റ്റ്, അതായത് റിമാൻഡിന് ശേഷം, റിമാൻഡ് കഴിഞ്ഞ് ജയിലിലേക്കുള്ള യാത്രക്കിടയിൽ 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ഒരു FB പോസ്റ്റ് വരുമ്പോൾ അതിന് നിയമപരമായ ഒരു പരിരക്ഷ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും അഡ്മിൻ തയ്യാറാക്കിയ പോസ്റ്റ് ആയിരിക്കും. കാരണം അൻവർ പറഞ്ഞു എന്നുള്ള നിലയിൽ കൊട്ടേഷനിലാണ് സ്വന്തം PV അൻവർ MLA എന്ന് പറഞ്ഞ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും സമൂഹ മാധ്യമത്തിലൂടെ അൻവർ സംവദിക്കുന്നു, അത് പ്രക്ഷോഭങ്ങൾ തുടരും, മാത്രമല്ല തന്റെ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരു വീരപരിവേഷം ചാർത്താനുള്ള ശ്രമം കൂടി അതിൽ വ്യക്തമാണ് സുഹൈൽ.
ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്റെ അറസ്റ്റിന് വ്യാഖ്യാനങ്ങൾ ഏറെ നൽകുകയാണ് PV അൻവർ MLA. ഒരു ഭാഗത്ത് തന്റെ ഈ വന നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കൈവരിച്ച അറസ്റ്റ് എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് പിണറായി സർക്കാരിന്റെ ഭീകരതയാണെന്നും പോലീസ് വേട്ടയാണെന്നും മുസ്ലിം വിരുദ്ധ ഉദാഹരണമാണെന്നും ഒക്കെ പറഞ്ഞ് തന്റെ അറസ്റ്റിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് PV അൻവർ MLA.